ഒരു ദിവസം നിങ്ങളുടെ കുട്ടി വീട്ടിലെത്തി വാതിലടച്ചു മുറിക്കുള്ളിൽ കയറി. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നൊരു മറുപടി മാത്രം. പല മാതാപിതാക്കളും ഈ നിമിഷം സാധാരണമെന്ന് കരുതി കടന്നു പോകും. പക്ഷേ ചിലപ്പോൾ ആ ഒന്നുമില്ല എന്ന വാക്കിനുള്ളിൽ പറയാതെ ഒളിപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളെ ഭയപ്പെടുത്താനോ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് ഓരോ മാതാപിതാവിനും ചെയ്യാൻ കഴിയുന്ന ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ചിലപ്പോൾ ആ ചെറിയ കാര്യങ്ങൾ തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിച്ചേക്കാം. ഇന്ന് സമൂഹത്തിൽ പലവിധ വെല്ലുവിളികളുണ്ട്. അതിലൊന്നാണ് ലഹരി വസ്തുക്കളുടെ വ്യാപനം. പക്ഷേ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, എല്ലാ കുട്ടികളും അപകടത്തിലല്ല, എല്ലാ സുഹൃത്തുക്കളും മോശക്കാരല്ല, എല്ലാ മാറ്റങ്ങളും ലഹരിയുടെ ലക്ഷണവുമല്ല. അതിനാൽ ഭയമല്ല വേണ്ടത് ജാഗ്രതയും നല്ല ബന്ധവുമാണ്. ഒരു കുട്ടി തെറ്റായ വഴിയിലേക്ക് പോകുന്നത് ഒരൊറ്റ ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. പലപ്പോഴും ചെറിയ ചെറിയ സാഹചര്യങ്ങൾ ചേർന്നാണ് അത് സംഭവിക്കുന്നത്. ഒറ്റപ്പെടൽ, ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ, കൂട്ടുകാരുടെ സമ്മർദ്ദം, പരാജയ ഭയം, സമ്മർദ്ദങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ഇതൊക്കെയാണ് ചിലപ്പോൾ കുട്ടികളെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ സുരക്ഷിതമായ ഇടം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ചെറിയ കഥ പറയാം. ഒരച്ഛൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മകന്റെ മാർക്ക് മാത്രം ചോദിക്കുമായിരുന്നു. എത്ര മാർക്ക് കിട്ടി? ഹോംവർക്ക് ചെയ്തോ? പരീക്ഷ എപ്പോഴാണ്? പക്ഷെ ഒരിക്കൽ പോലും ചോദിച്ചില്ല, ഇന്ന് നിനക്ക് സന്തോഷമായിരുന്നോ? ആരെങ്കിലും നിന്നെ വിഷമിപ്പിച്ചോ? എനിക്ക് നിന്നോട് സംസാരിക്കാമോ? മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി തൻ്റെ എല്ലാ വിഷമങ്ങളും വീട്ടുകാരോട് പറയുന്നത് നിർത്തി. കാരണം അവൻ വിചാരിച്ചു, എന്നെ കേൾക്കാൻ ആർക്കും സമയമില്ല. ഈ കഥയിലെ പ്രശ്നം മാർക്കല്ല, സംസാരമില്ലാത്ത ബന്ധമാണ്. കുട്ടികൾക്ക് ഏറ്റവും വലിയ സുരക്ഷ പലപ്പോഴും കർശനമായ നിയമങ്ങളല്ല, മറിച്ച് അവർക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു വീടാണ്. ഒരു കുട്ടിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും വീട്ടിൽ പറഞ്ഞാൽ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം പോകുന്നത് മാതാപിതാക്കളുടെ അടുത്തായിരിക്കില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും അമ്മയും അച്ഛനും കേൾക്കും എന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് തന്നെ വലിയ സംരക്ഷണമാണ്. ഇന്നത്തെ കുട്ടികൾ നമ്മുടെ ബാല്യകാലത്തേക്കാൾ വ്യത്യസ്തമായ ലോകത്താണ് വളരുന്നത്. ഒരു മൊബൈൽ ഫോൺ, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഒരു ഓൺലൈൻ സുഹൃത്ത്, ഇവയൊക്കെ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, അതുപോലെ അപകട സാധ്യതയും ഉണ്ടാക്കാം. അതുകൊണ്ട് കുട്ടികളെ സംശയത്തോടെ നിരീക്ഷിക്കേണ്ടതില്ല. പകരം അവരോടൊപ്പം ഈ ലോകം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ന് എന്താണ് കണ്ടത്? ഏത് വീഡിയോയാണ് ഇഷ്ടമായത്? ആരൊക്കെയാണ് സുഹൃത്തുക്കൾ? ഇങ്ങനെ സാധാരണ സംഭാഷണങ്ങൾ നടത്താം. കുടുംബമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലം പല വീടുകളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദിവസത്തിൽ വെറും 20 മിനിറ്റെങ്കിലും എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്ന സമയമുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും അതിനു മുമ്പേ തിരിച്ചറിയാൻ കഴിയും. കുട്ടികൾ സംസാരിക്കുമ്പോൾ ഉപദേശം പറയാൻ തിടുക്കം കാണിക്കാതെ ആദ്യം കേൾക്കാൻ ശ്രമിക്കൂ. കാരണം കേൾക്കപ്പെടുന്ന കുട്ടികൾക്ക് തെറ്റായ ഇടങ്ങളിൽ ആശ്വാസം തേടേണ്ട സാഹചര്യം കുറവായിരിക്കും. നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് വലിയ പ്രഭാഷണങ്ങളിലൂടെ മാത്രമല്ല, മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെയാണ്. നമ്മൾ സത്യസന്ധരാണോ? നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ വന്നാൽ ശാന്തമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കുട്ടികൾ നമ്മൾ പറയുന്നതിലും കൂടുതൽ നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് പഠിക്കുന്നത്. ചില മാതാപിതാക്കൾ കരുതും, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. ആ ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അതോടൊപ്പം ജാഗ്രതയും വേണം. അതുപോലെ എൻ്റെ കുട്ടി തെറ്റിപ്പോയി എന്ന് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പല കുട്ടികളും ശരിയായ പിന്തുണ ലഭിച്ചാൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയും. മറ്റൊരു പ്രധാന കാര്യം,
കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവനെ നോക്ക്, അവളെ നോക്ക്, ഇങ്ങനെയുള്ള വാക്കുകൾ ആത്മവിശ്വാസം കുറയ്ക്കും. ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്. അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. കളി, സംഗീതം, വായന, ചിത്രരചന, നൃത്തം, സന്നദ്ധ സേവനം, ഏതെങ്കിലും ഒരു നല്ല താല്പര്യം അവർക്കുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിന് അർത്ഥം നൽകും. ഒഴിഞ്ഞ മനസ്സ് പലപ്പോഴും തെറ്റായ സ്വാധീനങ്ങൾക്ക് വഴിയൊരുക്കും. കുട്ടികളുടെ സുഹൃത്തുക്കളെ അറിയുക, പക്ഷേ അവരെ ചോദ്യം ചെയ്ത് അല്ല. സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവരുമായി സൗഹൃദപരമായി സംസാരിക്കുക. കുട്ടിക്ക് തോന്നണം, എൻ്റെ വീട്ടുകാർ എൻ്റെ സുഹൃത്തുക്കളെയും സ്വീകരിക്കുന്നു. പഠനത്തിലെ വിജയത്തെക്കാൾ പ്രധാനമാണ് മാനസികാരോഗ്യം. ഒരു കുട്ടി എന്നും വിഷമത്തിലാണോ? പെട്ടെന്ന് സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടോ? മുമ്പ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം നഷ്ടമായോ? ഇങ്ങനെ തുടർച്ചയായ ശ്രദ്ധയിൽപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ സംസാരിക്കുക. ആവശ്യമെങ്കിൽ സ്കൂളിലെ അധ്യാപകരുടെയോ പരിശീലനം നേടിയ മാനസികാരോഗ്യ വിദഗ്ധരുടെയോ സഹായം തേടുക. സഹായം ചോദിക്കുന്നത് ദൗർബല്യമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. കുട്ടികളെ ഭയപ്പെടുത്തി വളർത്തുന്നതല്ല വേണ്ടത്, ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ലഹരി എന്തുകൊണ്ട് അപകടകരമാണ്? ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ബാധിക്കും? എങ്ങനെ ഇല്ല എന്ന് പറയാം? ഇതൊക്കെ പ്രായത്തിന് അനുയോജ്യമായ ഭാഷയിൽ സംസാരിക്കണം. ഓർക്കുക, ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഒരാളെയെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ബന്ധം അവനെ പല തെറ്റുകളിൽ നിന്നും രക്ഷിച്ചേക്കാം. ആ ഒരാൾ അമ്മയാകാം, അച്ഛനാകാം, അമ്മുമ്മയാകാം, അധ്യാപകനാകാം. പക്ഷെ ഏറ്റവും നല്ലത് ആ സ്ഥാനം മാതാപിതാക്കൾക്ക് തന്നെ ലഭിക്കുമ്പോഴാണ്. നമ്മുടെ വീടുകളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താം. മൊബൈൽ മാറ്റിവെച്ച് ദിവസവും കുറച്ച് സമയം സംസാരിക്കാം. ഒരുമിച്ച് നടക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ചിരിക്കാം. ഈ ചെറിയ നിമിഷങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ വലിയ ഓർമ്മകളാകുന്നത്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ എപ്പോഴും ഓർമ്മയാകണമെന്നില്ല. പക്ഷേ അവർ കരഞ്ഞപ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ചത്, പരാജയപ്പെട്ടപ്പോൾ വീണ്ടും എഴുന്നേൽക്കാൻ ധൈര്യം കൊടുത്തത്, വിധി എഴുതാതെ കേട്ടിരുന്നത്, അവ ഒരിക്കലും അവർ മറക്കില്ല. മാതാപിതാക്കൾ കുട്ടികൾക്ക് ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം മാതാവ് പിതാവ് എന്ന ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നില്ല. ഒരു വേള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതോടെ മാതൃത്വവും പിതൃത്വവും ആരംഭിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് മക്കളെ സ്നേഹിച്ചു വളർത്താനും അവരോടൊത്ത് സമയം പങ്കിടാനും തയ്യാറാകുക തന്നെ വേണം. ഇല്ലെങ്കിൽ കുട്ടികൾ അരക്ഷിതത്വ ബോധത്തിനിടയാക്കും. ഇത് മിക്കവാറും ലഹരി പദാർത്ഥങ്ങളിലേക്ക് അവരെ നയിക്കും. ഇന്ന് കേരളത്തിന് പുറത്ത് പഠനത്തിനായി പോകുന്ന കുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാകട്ടെ എന്ന് കരുതി മാത്രം. എന്നാൽ പലപ്പോഴും പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് സംഭവിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വന്തം ജീവിതം ഹോമിക്കുന്ന എത്രയോ കുട്ടികളെ കുറിച്ച് കേൾക്കാറുണ്ട്. മാതാപിതാക്കൾ ഭയപ്പെടാൻ വേണ്ടിയല്ല ഈ സത്യം പറയുന്നത്. സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കി മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്. അവസാനമായി ഒരു കാര്യം, ലഹരിക്കെതിരായ ഏറ്റവും വലിയ പ്രതിരോധം ഭയമല്ല, സ്നേഹമാണ്. ഏറ്റവും വലിയ സുരക്ഷ പൂട്ടിയ വാതിലുകളല്ല, തുറന്ന ആശയവിനിമയമാണ്. ഓരോ ദിവസവും വെറും 10 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കുടുംബം പലപ്പോഴും വലിയ അപകടങ്ങളെപ്പോലും അകറ്റി നിർത്താൻ കഴിയും. ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള വിശ്വാസമാണ്. ഒരു കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓർമ്മ വരേണ്ടത് അമ്മയെയും അച്ഛനെയും ആകണം, മറ്റാരെയുമല്ല. എനിക്കൊരു തെറ്റ് പറ്റി, എനിക്കൊരു ഭയമുണ്ട്, എനിക്ക് സഹായം വേണം എന്ന് ഭയമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു വീട്, അതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സുരക്ഷിത സ്ഥലം. നമ്മൾ കുട്ടികൾക്ക് നല്ല സ്കൂളും നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും നൽകാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ
അവർക്ക് ഒരു നല്ല കേൾവിക്കാരനാകാനും നമുക്ക് ശ്രമിക്കാം. ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഉപദേശത്തെക്കാൾ കൂടുതൽ ആവശ്യം നമ്മുടെ സാന്നിധ്യമാണ്. ചിലപ്പോൾ നമ്മുടെ പരിഹാരങ്ങളെക്കാൾ കൂടുതൽ വിലയുള്ളത് അവർക്ക് അവരെ വിധിക്കാതെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കാം. നമ്മുടെ കുട്ടികളെ സംശയത്തോടെ അല്ല, വിശ്വാസത്തോടെ കാണാം. അവരെ നിയന്ത്രിക്കാൻ മാത്രം ശ്രമിക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവരെ ഭയപ്പെടുത്താതെ ധൈര്യം നൽകാം. പരാജയപ്പെട്ടാലും അവർക്ക് തിരികെ വരാൻ ഒരു വീടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താം. തെറ്റുകൾ സംഭവിച്ചാലും സ്നേഹത്തോടെ തിരുത്താൻ തയ്യാറായ മാതാപിതാക്കൾ ഒപ്പമുണ്ടെന്ന് അവരെ അറിയിക്കാം. കാരണം ഒരു കുട്ടിയുടെ ജീവിതം മാറ്റുന്നത് എല്ലായ്പ്പോഴും വലിയ പ്രസംഗങ്ങളല്ല, ഒരു ചേർത്ത് പിടിക്കൽ, ഒരു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന വാക്ക്, ഒരു എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന ഉറപ്പ്, ഇവയാണ്. നമ്മുടെ കുട്ടികൾ നാളെയുടെ പൗരന്മാർ മാത്രമല്ല, അവർ നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, സമൂഹത്തിന്റെ ഭാവിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ കരുത്താണ്. അവരെ സ്നേഹത്തോടെയും നല്ല മൂല്യങ്ങളോടെയും ആത്മവിശ്വാസത്തോടെയും വളർത്താൻ കഴിഞ്ഞാൽ ലഹരിയേക്കാൾ ശക്തമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഓർക്കുക, ഒരു നല്ല കുടുംബം ഒരു കുട്ടിയെ മാറ്റും, ഒരു നല്ല കുട്ടി ഒരു സമൂഹത്തെ മാറ്റും, ഒരു നല്ല സമൂഹം ഒരു രാജ്യത്തെ മാറ്റും. ആ മാറ്റം മറ്റാരെങ്കിലും തുടങ്ങണമെന്ന് കാത്തിരിക്കേണ്ട. അത് ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം.